ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു വർക്കിംഗ് ഡേ വ്ളോഗാണ്. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഇപ്പം എൻ്റെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറുക. അപ്പം എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈയിടെയായിട്ട് ഞാൻ സൈക്ലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഡാൻസ് വിദ്യ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മുട്ട് കുറച്ച് പ്രശ്നമുണ്ട്. ഡാൻസ് ക്ലാസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ച് പാട് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ സൈക്ലിംഗ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ എല്ലാ ദിവസവും. ആഴ്ചയിൽ 5 ദിവസമാണ് കേട്ടോ രാവിലെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് മുരളിന് കൊടുത്തു വിടാനും ലഞ്ചിനും കൂടെ ഒരു ചീര അവിയലും വെണ്ടയ്ക്ക പച്ചടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചീര അവിയലിന് വേണ്ടിയിട്ട് ചീര വേവിക്കാൻ പോവുകയാണ്. ചീര അവിയൽ എല്ലാവരും ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണോ? ഇല്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ. ചീരയ്ക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ. ചീര ഒത്തിരി വേവിച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത്. സെയിം ടൈമിൽ തന്നെ സൈഡിൽ വെണ്ടയ്ക്ക പച്ചടിക്ക് കടുക് പൊട്ടിച്ചിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് അത് ഒന്ന് വഴറ്റുകയാണ്. അപ്പം ചട്ടിയിൽ വെക്കാൻ എല്ലാം ഒന്നും ചട്ടി വെക്കാറില്ല. ചില ദിവസം ഒരു കൂടി വരുമ്പം ചട്ടിയിലങ്ങ് ഉണ്ടാക്കും കേട്ടോ. അപ്പം കടുക് പൊട്ടിച്ച് വെണ്ടയ്ക്ക നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ വെണ്ടയ്ക്കയുടെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോളയും കൂടെ, ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇരിപ്പുള്ളതുകൊണ്ട് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇടും കേട്ടോ. ചെറിയ ഉള്ളി അത്യാവശ്യം കൂടുതലിടുന്ന നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലർ എനിക്ക് തോന്നുന്നു വെണ്ടയ്ക്കയുടെ കൂടെ പച്ചമുളകും കൂടി ഇടാറുണ്ട് പച്ചടിക്ക്. എന്നിട്ട് ഞാൻ അടച്ചു വെക്കത്തില്ല. അടച്ചു വെച്ചാൽ അതൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ അടച്ചു വെക്കാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഓപ്പൺ ആക്കി വെച്ച് തന്നെ വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇതിനിയും ഇതിൻ്റെ ചീര അവിയലിൻ്റെ അരപ്പാണ്. അപ്പം തേങ്ങ തിരുമിയത്, പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പച്ചമുളകാണ്. വെണ്ടയ്ക്ക പച്ചടിയല്ല, സോറി, ചീര അവിയലിന് മുളക് പൊടി ചേർക്കത്തില്ല. അപ്പം പച്ചമുളകും ചേർത്തിട്ട് അരയ്ക്കും. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ സാധാരണ അവിയൽ പോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അവിയലിന് അത്യാവശ്യം ചീരയുടെ വെള്ളമൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നത്. അപ്പം വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങ് തുറന്ന് വെച്ചാൽ മതിയേ. എന്നുവെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊരു രസം കാണത്തില്ല. ഇത് വെണ്ടയ്ക്ക കിച്ചടിയുടെ അരപ്പാണ്. വളരെ കുറച്ച് തേങ്ങ, ജീരകം, പച്ചമുളക്, കടുകാണ് ആ കിച്ചടിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. കടുക് നന്നായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ആ കടുക് ചേർക്കുമ്പോഴാണ് ആ കിച്ചടിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. ചീര അവിയലിനും വെണ്ടയ്ക്ക പച്ചടിക്കും തൈര് വേണം. അപ്പോൾ രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള തൈര് ഞാനൊന്ന് മിക്സാക്കി എടുക്കാം. വെച്ചാൽ തൈര് അങ്ങനെ തന്നെ ഉറയൊഴിച്ച തൈര് അങ്ങനെ തന്നെ ചേർക്കരുത് ഒരു കറിക്കും. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ടേ ചേർക്കാവുള്ളൂ. അപ്പം ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നുവെച്ചാൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അരപ്പ് ചേർത്തൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ അടിച്ചു വെച്ച തൈരും കൂടെ ചേർക്കാം. തൈര് ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അധികം നേരം പിന്നെ വെച്ചേക്കണ്ട. കുറച്ച് തൈര് മതി കേട്ടോ. ചീര അവിയലിനൊരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇച്ചിരി പുളിയുള്ള തൈരാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ചീര അവിയലിന് വേറെ പുളി ചേർക്കത്തില്ല. സാധാരണ അവിയൽ പോലല്ല, പുളിയൊന്നും ചേർക്കത്തില്ല. കുറച്ച് തൈര് ചേർത്ത് മിക്സ് ആക്കിയാലേ പക്ഷെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. തൈര് വേണം ചീര അവിയലിന്, അത് മസ്റ്റാണ്. പിന്നെ പച്ചമുളകും അത്യാവശ്യം വേണം. അതാണ് ചീര അവിയലിന്. വേറെ മുളക് പൊടി ചേർക്കത്തില്ല. ഇടയ്ക്ക് ഞാൻ വെണ്ടയ്ക്കയും കൂടെ അടിയിൽ പിടിക്കുക. കാരണം ചട്ടിയാണല്ലോ, നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ. അപ്പം അത് അടിയെ പിടിക്കാതെ ഒന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ചീര അവിയലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കി വെക്കണം. ഇതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഗുണമുള്ള സംഭവമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചീര അധികം വേവിക്കരുത്. ഇലയുടെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടും. പിന്നെ വെണ്ടയ്ക്ക കിച്ചടിയുടെ അരപ്പും ചേർത്ത് അത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അധികം നേരമൊന്നും ഫ്ലെയിം ഓണാക്കി വെച്ചില്ല. ഫ്ലെയിം ലോയിലിട്ടിട്ട് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. ഒന്ന് അരപ്പൊന്ന് ചൂടാവാനുള്ള സമയം കഴിഞ്ഞ് എന്നുവെച്ചാൽ നമ്മൾ കിച്ചടിക്കും പച്ചടിക്കും ഒന്നും അധികം നേരം അരപ്പ് നമ്മൾ വേവിച്ചെടുക്കില്ല. പച്ചടിയുടെയും കിച്ചടിയുടെയും കറക്റ്റ് ഡിഫറൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ അറിവിൽ മധുരം ഉള്ളത് പച്ചടി, മധുരം ഇല്ലാത്തത് കിച്ചടി എന്നാണ്. പിന്നെ തണുത്തിട്ട് അതിൻ്റെ തൈര് ചേർക്കാം കേട്ടോ.
അതിന് അടുത്ത ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇന്നൊരു ജസ്റ്റ് ഒരു ഈസി സാൻഡ്വിച്ച് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട, ഇത് മുരളിയേട്ടന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് നടുക്കൂടെ കീറിയിട്ട് ചെറുതായിട്ട് മുറിച്ച് ഇടുവാണ്, വട്ടത്തിലരിഞ്ഞിട്ട്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നോർമൽ ഒരു സിമ്പിൾ, ഞാൻ സവോള ചേർക്കുന്നില്ല, ഉരുളെണ്ണ വലിയ ഇഷ്ടമല്ല സവോള ചേർക്കുന്നത്, അതുകൊണ്ട് അല്ലെങ്കിൽ സവോളയും കൂടെ ചേർക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചും അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചും ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ആയിരിക്കും ഓംലെറ്റ്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് അധികം പരത്താതെ കുറച്ച് ഫ്ലഫി ആക്കി ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം ഞാനത് ബണ്ണിനകത്തും ബ്രെഡിനകത്തും വെക്കാം. ഞാനത് ബണ്ണിനകത്ത് വെക്കുകയാണ്. അപ്പം അത് ഇങ്ങനെ അകത്തോട്ടെടുത്ത് ഇങ്ങനെ ആക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് നല്ല ഇങ്ങനെ ഫ്ലഫി ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ലോയിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ആ സമയത്ത് ബണ്ണും കൂടെ എടുക്കുക. കുട്ടികൾക്ക് ടിഫിനിൽ സ്കൂൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തുവിടാൻ നല്ലൊരു ഇതാണ് കേട്ടോ. സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലതാ. ഞാൻ നന്ദുവിനൊക്കെ ഇങ്ങനെ സ്കൂളിൽ കൊടുത്തുവിടാറുണ്ടായിരുന്നു. നന്ദുവിനൊക്കെ ഇഷ്ടമായിരുന്നു ഇത്. അപ്പം എന്നിട്ട് ഇനി ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും മതി. ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. നെയ്യിനേക്കാളും ടേസ്റ്റാണ് ബട്ടർ ഇടുമ്പോഴത്തേക്കും. ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. കാരണം ഞാൻ ഇതിനകത്ത് ബട്ടർ ഇടാൻ കാര്യം ഇത് ചീസാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ബട്ടറാണ് അതിൻ്റെ കൂടെ പോകുന്നത്. ഓംലെറ്റ് മാത്രമാണെങ്കിൽ നെയ്യാണ്, അപ്പം ചീസിൻ്റെ കൂടെ ബട്ടർ ആയിരിക്കും കോമ്പിനേഷൻ. അപ്പം എന്നിട്ട് ചീസ് ഒന്ന് വെളിയിൽ മെൽറ്റായി പോകാതിരിക്കാൻ അതിൻ്റെ സൈഡ് എഡ്ജസ് ഒക്കെ ഒന്ന് അകത്തോട്ടാക്കി വെക്കുന്നത്. ബ്രെഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഇത് വട്ടത്തിലായതുകൊണ്ടാണ്. പിന്നെ അകത്ത് വേണമെങ്കിൽ ടൊമാറ്റോ ഒക്കെ വെക്കാം. സവോള വെച്ചാൽ അകത്തൊരു വായിലൊരു സ്മെല്ല് വരില്ല, അതുകൊണ്ടാണ് സവോള വെക്കാത്ത. സോസ് മുരളിയുടെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് വെക്കാത്ത. സോസൊക്കെ വെച്ചാലും നല്ലതാണ്. ടൊമാറ്റോ കട്ട് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. കുക്കുംബർ ഒക്കെ വെച്ചിട്ട് ചീസ് സ്ലൈസും ഇങ്ങനെ ഓംലെറ്റ് വെച്ചിട്ട് നല്ലതാണ് സ്കൂളിൽ കൊടുത്തുവിടുന്നത്. ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തുവിട്ടാലും നല്ലതാണ് കേട്ടോ. ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് നല്ലതാണ് ചീസ് സ്ലൈസ്. ചീസ് സ്ലൈസ് ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഒന്ന് മിക്സ് ആക്കി വെച്ചാലും മതി. മയണൈസ് ഒന്നും വേണമെന്നില്ല. ചീസ് സ്ലൈസ് ആണ് നല്ലത്. അതൊരു ഹെൽത്തി അല്ലേ, കുട്ടികൾക്ക് ചീസ് വളരെ നല്ലതാണ് കൊടുക്കുന്നെങ്കിൽ ഒരു സ്ലൈസ് ഒക്കെ നല്ലതാണ്. ഇനി വെണ്ടയ്ക്ക തണുത്ത് വന്നു. അതിനകത്ത് തൈര് ബാക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ തൈര്. വെണ്ടയ്ക്ക തണുത്തിട്ട് തൈര് ചേർത്താൽ മതി, ചീര അവിയൽ പോലെ അല്ല. അതിൽ ചൂടായിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇതിനകത്ത് നന്നായിട്ട് തണുത്തിട്ട് വേണം തൈര് ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് നല്ല ടേസ്റ്റാട്ടോ. വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നവരാണെന്ന് എനിക്കറിയാം, അതല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും എല്ലാം കറികളൊക്കെ തണുത്ത് ഇനി ഞാൻ മുരളിയുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. എനിക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നേരത്തെ ഇഷ്ടമാണ് ഇങ്ങനെ നന്ദനും മുരളിയായിട്ടൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന പരിപാടി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അങ്ങനത്തെ. ഇപ്പം ഒരു ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ചോറ് ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കത്തില്ല കേട്ടോ. ഞാനങ്ങനെ എല്ലാ ദിവസവും നേരത്തെ ചെയ്യാറില്ലായിരുന്നു. 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ചോറ് വെക്കുള്ളൂ. കുറെ പേര് ചോദിച്ചു ഈ ലഞ്ച് ബോക്സ് എവിടെ നിന്നാന്ന്. ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക് ചെയ്തോളൂ കേട്ടോ. കുറെ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കമന്റിൽ ഞാൻ ഓരോ പ്രാവശ്യം തപ്പിയെടുത്തിടുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വീണ്ടും ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ ലിങ്ക് പോയി തപ്പിയെടുത്താണ് ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്തോട്ടോ വേണം എന്നുണ്ടെങ്കിൽ. ഇതാണ് എൻ്റെ സ്ഥിരം രാവിലത്തെ ഇപ്പോഴത്തെ വർക്കിംഗ് ഡേയ്സിലെ റൂട്ടീൻ കേട്ടോ. അങ്ങനെ ഒരുവിധം 8:45 എൻ്റെ പണിയൊക്കെ അങ്ങനെ കഴിയും, മുരളിയേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും. ഇനിയും അത് കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഈ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി അടുത്ത ദിവസത്തേക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കാൻ. ഞാൻ ഇഡ്ഡലി 1-2 ദിവസം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ദോശയാക്കും. സെയിം മാവ് തന്നെ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശയാക്കും, അത്രേ ഉള്ളൂ. അപ്പം ഉഴുന്ന് ഒരു 1/4 കപ്പ് ഉഴുന്ന്, 1/4 താഴെയാണ് ഉഴുന്നെടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3/4 വരും ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത് കേട്ടോ. ഒരു പാക്കറ്റ് തീർന്നു, അപ്പം നെക്സ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചാണ്. എന്നിട്ടത് ക്ലിപ്പിട്ട് തന്നെ അടച്ചു വെക്കും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആ പാത്രത്തിനകത്ത് ഇച്ചിരി
വഴനയിലയും ഗ്രാമ്പും ഒക്കെ ഇട്ട് വെക്കും കേട്ടോ, ഈ പ്രാണിയൊന്നും കയറാതിരിക്കാൻ. അങ്ങനെ ഇടുമ്പോൾ ഒന്നും കയറുന്നില്ല, നല്ല ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് കഴുകി വെച്ചു കുതിരാനായിട്ട്. പിന്നെ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ ഫ്രൈഡേ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു വെയിൽ കൊള്ളാനായിട്ട്. അപ്പം ഇതൊരു മൺഡേ മോർണിംഗ് ആണ്, അല്ല മൺഡേ അല്ല സോറി ട്യൂസ്ഡേ ആണ്. മൺഡേ ആണെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറന്നുപോയി. മൺഡേ ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞത് ട്യൂസ്ഡേ ആയിരുന്നു തോന്നുന്നു. അപ്പം വെയിൽ കൊണ്ടു കഴിഞ്ഞ് ചെടിയൊക്കെ എടുത്ത് അകത്ത് വെക്കൽ പരിപാടിയാണ്. ഇത് അന്ന് നമ്മുടെ ആർട്ടിസൻ ഗിൽഡിൽ പോയില്ലേ, ജസ്നയുടെ കട, അപ്പൊ അവിടുന്ന് മേടിച്ച. ഇപ്പം ഇവിടെ തൂക്കിയിടാം എന്ന് വിചാരിച്ചു. കർട്ടൻ ഇതിൽ റോഡിലൊക്കെ തൂക്കിയിടുന്ന ജസ്ന പറഞ്ഞു. അപ്പം വെറുതെ ഇവിടെ നിന്ന് രസം തോന്നി മേടിച്ച സംഭവമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് വെറുതെ ഇട്ടു. അത് കാണുമ്പോഴും എനിക്ക് പിന്നെയും പിന്നെ എല്ലാ ദിവസങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സന്തോഷമാണ്. ഉച്ചയായപ്പോഴത്തേക്കും മാവ് അരയ്ക്കാന്ന് വിചാരിച്ചു. അരയ്ക്കാൻ നേരത്ത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. ഇച്ചിരി വെള്ളം കളഞ്ഞിട്ട് അരയ്ക്കുന്നത്, കുതിർത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അതൊന്ന് ഇച്ചിരി ഒരുവിധം അരഞ്ഞു കഴിയുമ്പം ഞാൻ കുറച്ച് അവലും കൂടെ ഒന്ന് കുതിർത്തിട്ട്, അരയ്ക്കുന്ന സമയം കുതിർക്കുള്ളൂ, എന്നിട്ട് അതും കൂടെ ചേർത്ത് അരയ്ക്കും കേട്ടോ. അവലൊരു എത്ര 1/4 കപ്പൊന്നും ഇല്ല, അതിൻ്റെയും താഴെന്നേ പറയാൻ പറ്റുള്ളൂ ക്വാണ്ടിറ്റി. അപ്പൊ മൊത്തം 1 കപ്പ് കാണും ഈ അവലും അരിയെല്ലാം കൂടെ. അവലും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവും. ഇനി മിക്സി കഴിയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. മിക്സി നന്നായിട്ട് കഴുകി കഴിഞ്ഞ് ഇച്ചിരി ഡിഷ് വാഷർ ലിക്വിഡും വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മിക്സി നല്ല ക്ലീൻ ആയി. പിന്നെ അല്ലെങ്കിൽ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ മാവൊക്കെ അരച്ച് തുറക്കുമ്പോൾ വല്ലാത്ത സ്മെല്ല. അപ്പൊ ഇങ്ങനെ ആ സോപ്പ് ലിക്വിഡ് വെച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അങ്ങനെ ബീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും മിക്സി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ഒരു സ്മെല്ലൊന്നും വരത്തില്ല ഈ മാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അരച്ചിട്ട് കഴുകുമ്പോഴത്തേക്കും. പിന്നെ എൻ്റെ ചട്ടിയൊക്കെ ഞാനൊന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കബോർഡ്സിലൊക്കെ ഇരിക്കുമ്പോൾ പൂപ്പൽ വരും. വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ടെറസൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഫ്ലാറ്റിലായതുകൊണ്ട് ഇങ്ങനെ ചെയ്താണ് ഞാൻ ഉണക്കിയെടുക്കുന്നത് പൂക്കാതിരിക്കാനായിട്ട്. വൈകുന്നേരം ട്യൂസ്ഡേ ഞാൻ പറഞ്ഞു എനിക്ക് ഈവനിങ് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പം ഇത് ജസ്നയുടെ അവിടെ നിന്ന് മേടിച്ച ഈ ബുദ്ധ ക്യാൻഡിൽ സ്റ്റാൻഡ്. അപ്പം അത് എനിക്കിഷ്ടമാണ്, വെറുതെ ഇങ്ങനെ സെൻറ്റഡ് ക്യാൻഡിൽസ് ഒക്കെ കത്തിക്കുന്നത്. ഡാൻസ് ക്ലാസ്സിൽ പോയി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എൻ്റെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഇഡലിയുടെ മണം വരുമ്പോഴേ എനിക്ക് കൊതി വരും കേട്ടോ. ഇഡലി സാമ്പാർ എനിക്കിപ്പോൾ ഇഷ്ടമാണ്, ചെറുതിലെ ഇഷ്ടമല്ലായിരുന്നു ആക്ച്വലി. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇഡലി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡലി ഞാൻ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ദിവസം ദോശയായിരുന്നു. ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നിന്ന് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ ഇഡ്ഡലി സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് തൽക്കാലം ഈ വ്ളോഗ് ഇവിടെ നിർത്താം. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.